ഹലോ എവ്രി വൺ. കുറേ നാളായിട്ട് അമ്മ പറയാറുണ്ട് പെഡിക്യൂർ മാനിക്യൂർ അമ്മയ്ക്കൊന്ന് ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കാലത്ത് തന്നെ 10 മണിയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹാത്തർ ബ്രൈഡ് പാർലറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാർലർ പെരുമ്പിലാവാണ് ഉള്ളത്. ഈ പാർലറിനെ കുറിച്ച് ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ ഒരു പാർലറാണ്. ഇവിടുത്തെ സർവീസൊക്കെ നൈസാണ് കേട്ടോ, നല്ല സൂപ്പറാണ്. ഇങ്ങനെ ഒരു പാർലർ ഉള്ളത് മിക്ക ആൾക്കാർക്കും അറിയില്ല. അവിടെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഓഫേഴ്സൊക്കെ വരാറുണ്ട്. നല്ല സൂപ്പർബായിട്ടുള്ള ഓഫേഴ്സാണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അതിന് ഞാൻ അമ്മയും കൂടി പാർലർ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ ഞങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതാണ് അവിടുത്തെ ഈ ഒരു പാർലറിൻ്റെ ഓണർ, സജിനി എന്നാണ് കേട്ടോ മാമിൻ്റെ പേര്. അപ്പോൾ ഇതാ അമ്മയുടെ കൈയും ഒക്കെ ഭയങ്കര ചുളിഞ്ഞ് നെയിലൊക്കെ ആകെ ഒരു മാതിരി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മ പറയുകയാണ്, നീ വീഡിയോയിൽ ഇതൊക്കെ വെച്ചിട്ട് എന്നെ നാണം കെടുത്തില്ലേ എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് റിസൾട്ട് അറിയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒക്കെ എടുത്തുള്ളത് കേട്ടോ. പിന്നെ എന്താ പറയുക, കാലൊക്കെ ഭയങ്കര നെയിലൊക്കെ ഭയങ്കരമായിട്ട് ഒരുമാതിരിയായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ പെഡിക്യൂറൊന്നും നമ്മൾ ചെയ്യാറില്ല പൊതുവേ. അപ്പോൾ പിന്നെ ഇന്ന് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കാണാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചത്. അപ്പോൾ നിങ്ങൾക്കും കാണാമല്ലോ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അമ്മ അവിടെ പോയത് കേട്ടോ. പക്ഷെ അവിടെ പോയപ്പോൾ മൂപ്പരാളുടെ മൈൻഡ് മൊത്തം മാറി. സത്യം പറഞ്ഞാൽ പാർലറോട്ട് പോകുന്ന ഒരു അറ്റ്ലീസ്റ്റ് ഒരു ത്രെഡിങ്ങിന് പോകാന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ചിലപ്പോൾ ഫേഷ്യൽ ചെയ്യും, ഹെയർ കട്ട് ചെയ്യും. മൂപ്പരാൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൊത്തത്തിലെ ലുക്ക് മാറ്റാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്താൽ നമ്മൾ ഒരു പുതിയൊരാളായിട്ടല്ലേ വരിക. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിരിക്കും. ചില ആൾക്കാർക്ക് അങ്ങനെ, ചില ആൾക്കാർക്ക് കുറച്ച് ഡ്രസ്സൊക്കെ പോയി എടുക്കുമ്പോൾ മൈൻഡൊക്കെ റിലാക്സ് ആയി ആൾ ഭയങ്കര ഫ്രഷായി ഫീൽ ആവില്ലേ. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പാർലറിൽ പോയി കഴിഞ്ഞാൽ മൊത്തം സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, അമ്മ ഹെന്നെ ചെയ്തു. അമ്മ ഹെന്നെ ഓൾറെഡി ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അവിടെ ചെന്നപ്പോൾ ഈ ഒരു കുട്ടീനെ ഞാൻ പരിചയപ്പെട്ടു കേട്ടോ. ഇയാളുടെ പേര് ആവണി എന്നാണ്. ആദ്യം സംസാരിക്കാനൊന്നും കൂട്ടാക്കിയില്ല. ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കാം. എവിടെ ആള് ഭയങ്കര ഒരു വേണ്ട വേണ്ട എനിക്കിഷ്ടമല്ല അങ്ങനെയാണ് എന്നോട് സംസാരിച്ചിട്ടോ. പിന്നെ പിന്നെ പതുക്കെ സംസാരിച്ച് ഒന്ന് കൂളായി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, വാ ചേച്ചി ഞാൻ രംഗണ്ണനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നമ്മൾ രംഗണ്ണനോ? ആ ആവേശത്തിൽ രംഗണ്ണനെ ഞാൻ കാണിച്ചു തരാം വായോ എന്ന് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ ആളുടെ ടാബ് എനിക്ക് കാണിച്ചു തന്നു കേട്ടോ. ഇയാൾ KGയിലാണ് പഠിക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ മൂപ്പരാളും. പിന്നെ ഇതാ അമ്മ ഹെന്നെ ചെയ്തിട്ട് ആ ഹെന്നെ ഒന്ന് സെറ്റ് ആവുന്ന ആ ഒരു ടൈമിൻ്റെ ഒരു ഗ്യാപ്പിലാണ് ഇവിടെ പെഡിക്യൂറൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല രീതിയിൽ നെയിലൊക്കെ എന്താ പറയുക കട്ട് ചെയ്ത് അത് ഷേപ്പ് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്തിട്ടൊക്കെ അവർ നല്ല രീതിക്ക് അത് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇവരുടെ സർവീസ് നമുക്ക് നല്ല രീതിക്ക് തന്നെ ചെയ്ത് തരുന്നുണ്ട്. മീൻസ് അതായത് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതും. എന്താ പറയുക, നല്ലൊരു എന്താ പറയുക ഫ്രണ്ട്ലി ടോക്കും അങ്ങനെയായിട്ട് നമ്മൾ എന്താ പറയുക ടൈം പോണത് അറിയേയില്ല. എത്ര ടൈം വേണമെങ്കിലും പാർലറിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ബിക്കോസ് അവരുടെ ആ ഒരു ഫ്രണ്ട്ലി ടോക്കും അവിടുത്തെ ആ ഒരു എന്താ ഒരു നൈസായിട്ട് ഒരു മ്യൂസിക് പ്ലേ ചെയ്തത് നമ്മളിങ്ങനെ നൈസായിട്ട് അവിടെ ടൈം പോണത് അറിയേയില്ല. ഞാൻ ഇവിടുന്ന് കാലത്ത് 10 മണിക്കാണ് പോയതെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഞാൻ അവിടുന്ന് വരുന്നത് 3 മണിക്കാണ് കേട്ടോ. 4:15 ആയി വീട്ടിലേക്ക് എത്താൻ വേണ്ടി. ആ ഒരു ഡേ മൊത്തം ഞാനൊരു പാർലറിലാണ് കഴിച്ചത്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റേതായ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കഴിച്ചു. എന്താ പറയുക, അപ്പം പിന്നെ ഇതിൻ്റെ ഒരു ടൈം മാത്രമായിട്ട് പോവില്ലല്ലോ. എനിക്ക് ചെയ്യാനുള്ള ഒരു സംഭവം കൂടി അവിടെ തീർന്നു കഴിയുമ്പോൾ രണ്ടും കൂടി ബാലൻസ് ആയി പോകുമല്ലോ. ആ രീതിക്കാണ് ഞാൻ എൻ്റെ ട്രൈപ്പോഡും ക്യാമറ ഒക്കെ എടുത്തിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഒരു വിധമൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആവണിക്കുട്ടി പോയിട്ട് നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഡ്രസ്സിന് മാച്ച് ആയിട്ടില്ല. നെയിൽ പോളിഷ് കണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരാൾ ഓടി വന്നിട്ടുണ്ടായി. അപ്പം നമ്മുടെ ഒരു പെഡിക്യൂറൊക്കെ ഫൈനൽ ടച്ച് ആയിട്ടുണ്ട്. അത് നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട് അമ്മ ഭയങ്കര ഹാപ്പി. ഇങ്ങനത്തെ ഒരു റിസൾട്ട് അമ്മയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല, ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. മൂപ്പരാൾ അതൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് നമ്മുടെ കാല് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ആ ഹീൽസ്, അമ്മ ഒരു ഹീൽസ് അമ്മ സാരിക്ക് വേണ്ടി സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫംഗ്ഷന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ആ ഒരു ഹീൽസ് ഇട്ടാലും അമ്മ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. പിന്നെന്താ അടുത്തത് ഹെയർ ആണ്. അമ്മ വാഷ് ചെയ്തിട്ടുണ്ട് ഹെന്നെ ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ത്രെഡിങ് ഉണ്ട്. അവസാനമാണ് ത്രെഡിങ് ചെയ്ത് കേട്ടോ. നല്ല രീതിയിൽ ത്രെഡ് ചെയ്തിരുന്നു. നമുക്ക് ചില സമയത്ത് ചില പാർലറിൽ ത്രെഡ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടാവില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഈ ഒരു പാർലറിൽ ത്രെഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രീതിക്ക് ഞാൻ അവർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ 20 റുപ്പീസ് ഉള്ളൂ നമുക്ക് ത്രെഡിങ്ങിന് മാത്രം. ഇതാണ് നമ്മുടെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.